NMMS പരീക്ഷയ്ക്കിരിക്കുന്ന മിടുക്കന്മാരെ, മിടുക്കികളെ. NMMS പരീക്ഷ 8ാം ക്ലാസ്സിലെ കുട്ടികൾക്കാണ്. വരുമാന പരിധി അതിനുണ്ട് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. NMMS പരീക്ഷയ്ക്ക് 2 പാർട്ട് ചോദ്യപേപ്പറുകളാണ് ഉണ്ടാവുക. പാർട്ട് 1 മെൻ്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. അത് മാറ്റ് എന്നറിയപ്പെടും, മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ്. രണ്ടാമത്തെ പേപ്പർ സാറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നതാണ്, സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. സാറ്റ് പരീക്ഷയിലാണ് പാഠഭാഗവുമായി ബന്ധപ്പെട്ട സയൻസ്, സോഷ്യൽ സയൻസ്, മാത്സ് വിഭാഗത്തിലെ ചോദ്യങ്ങൾ ഉണ്ടാവുക. നമ്മുടെ NMMS പരീക്ഷയ്ക്ക് മാറ്റിൽ മെൻ്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസ് 90 എണ്ണം ഉണ്ടാവും. അതുപോലെ സാറ്റിലെ ചോദ്യങ്ങളുടെ എണ്ണവും 90 ആണ്. ഓരോ പേപ്പറിനും 1.5 മണിക്കൂറാണ് സമയം. അതിനർത്ഥം എന്താണ്? ഒരു ചോദ്യത്തിന് 1 മിനിറ്റ്. പരീക്ഷ ഉത്തരക്കടലാസ് OMR ആണ്. USS പരീക്ഷയ്ക്ക് ഇരുന്നവർക്ക് ആ പേപ്പറിനെ പറ്റി അറിയാമായിരിക്കും. എന്തായാലും OMR ഷീറ്റിൽ ശരിയുത്തരം ബബിൾ ചെയ്താണ് നമ്മൾ ഉത്തരം രേഖപ്പെടുത്തേണ്ടത്. മെൻ്റൽ എബിലിറ്റി ചോദ്യപേപ്പറിലെ എല്ലാ ചോദ്യങ്ങളും ലോജിക്കലി റീസണിംഗ് ആയ ചോദ്യങ്ങളായിരിക്കും. ചിത്രത്തെ അടിസ്ഥാനപ്പെടുത്തി, അതുപോലെ സംഖ്യകളെ അടിസ്ഥാനപ്പെടുത്തി, ഇംഗ്ലീഷ് അക്ഷരമാലയിലെ അക്ഷരങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഒക്കെ അതിൽ 90 ചോദ്യങ്ങളുണ്ടാവും. അതേസമയം സാറ്റിലെ ചോദ്യങ്ങൾ സിലബസുമായി ബന്ധപ്പെട്ടതായിരിക്കും. അത് 7ാം ക്ലാസ്സിലെ സിലബസും 8ാം ക്ലാസ്സിലെ നവംബർ വരെയുള്ള, അല്ലെങ്കിൽ എപ്പോഴാണോ പരീക്ഷ വരുന്നത് അതുവരെയുള്ള പാഠഭാഗങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുമായിരിക്കും. എല്ലാം 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. 4 ഓപ്ഷൻസ് നിങ്ങൾക്കായി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നന്നായി പഠിച്ചാൽ ഈ ഓപ്ഷൻസിലെ ഉത്തരങ്ങൾ നമുക്ക് കണ്ടുപിടിച്ച് OMR ഷീറ്റിൽ ബ്ലാക്കൻ ചെയ്യുകയേ വേണ്ടി വരും. മറ്റൊന്ന്, ഈ പരീക്ഷയ്ക്കുള്ള വലിയൊരു ഗുണം ഇത് സാമ്പത്തികമായി വിദ്യാർത്ഥികളെ സഹായിക്കുന്ന ഒരു സ്കോളർഷിപ്പ് പരീക്ഷ കൂടിയാണ്. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ സ്കോളർഷിപ്പ് പരീക്ഷയാണ്, നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ്. ഈ പരീക്ഷയിൽ വിന്നറാകുന്ന കുട്ടികൾക്ക് മാസാമാസം 1000 രൂപ വീതം 4 വർഷം അവർക്ക് തുക കിട്ടിക്കൊണ്ടിരിക്കും. അതായത് 48,000 രൂപ ആ കുട്ടിക്ക് NMMS വിജയിക്ക് കിട്ടും. മറ്റൊന്നുകൂടി പറയാനുള്ളത്, NMMSൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറായാലും ആൻസർ ഷീറ്റായാലും നമ്മൾ ക്വാളിഫൈഡ് ആവുന്നത് ഓരോ പേപ്പറിലും 40% മാർക്ക് വരുമ്പോഴാണ്. ഫസ്റ്റ് പാർട്ടായാലും സെക്കൻഡ് പാർട്ടായാലും ആകെ ചോദ്യങ്ങളുടെ എണ്ണം 90, ഫസ്റ്റ് പാർട്ടിലും 90, സെക്കൻഡ് പാർട്ടിലും 90. ഓരോ ചോദ്യത്തിനും ഓരോ സ്കോറാണ്. അതായത് 90 സ്കോറിൽ 90-ൽ നമുക്ക് 36 മാർക്കും അതിൽ കൂടുതലും ലഭിച്ചാൽ മാത്രമേ നമ്മൾ ക്വാളിഫൈഡ് ആവൂ. ക്വാളിഫൈഡ് ആയാലും വിന്നർ ആവണമെന്നില്ല. കാരണം ഓരോ റവന്യൂ ജില്ലയിലും നിശ്ചിത എണ്ണം കുട്ടികൾക്കാണ് NMMS സ്കോളർഷിപ്പ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ടോപ്പ് മാർക്ക് കിട്ടിയ കുട്ടികളിൽ നിന്ന് അതിൽ നിന്ന് താഴോട്ട് വരുന്ന മാർക്ക് വെച്ചാണ് കുട്ടികളെ സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് തികച്ചും ഒരു മത്സര പരീക്ഷയാണ്. നന്നായി പഠിക്കുക, ഓരോ സ്കോറും നിങ്ങൾ നേടുക. എങ്കിൽ മാത്രമേ ഇതിൽ നമുക്ക് ജേതാവായി മാറാൻ കഴിയുകയുള്ളൂ. പരീക്ഷയ്ക്ക് പാഠഭാഗങ്ങളിലെ 1 വേർഡ് അഥവാ ഒറ്റ വാക്കിലുള്ള ഉത്തരങ്ങളായതുകൊണ്ട് തന്നെ 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റും 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റും നന്നായി പഠിച്ചിരിക്കണം. മെൻ്റൽ എബിലിറ്റി ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണമെങ്കിൽ നന്നായി പ്രാക്ടീസ് ചെയ്യണം. മാറ്റിലെ മെൻ്റൽ എബിലിറ്റി ടെസ്റ്റിൻ്റെ ധാരാളം ചോദ്യങ്ങൾ സമയം വെച്ച് ചെയ്തു നോക്കിയാൽ മാത്രമേ നമുക്ക് കൃത്യമായി പരീക്ഷാ സമയത്ത് നല്ല ഉയർന്ന മാർക്ക് ഉറപ്പിക്കാനാവും. സാറ്റിലെ ബേസിക് സയൻസിൽ 3 വിഭാഗങ്ങളിൽപ്പെട്ട ചോദ്യങ്ങളുണ്ടാകും: ബയോളജി, ഫിസിക്സ്,
കെമിസ്ട്രി, അതുപോലെ തന്നെ സോഷ്യൽ സയൻസിൽ ഹിസ്റ്ററി, ജോഗ്രഫി വിഭാഗത്തിൽപ്പെട്ട ചോദ്യങ്ങളും ഉണ്ടാകും. മാത്സിൽ നിങ്ങൾ 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിച്ച എല്ലാ പാഠഭാഗങ്ങളിൽ പെട്ടതും അതേസമയം കുറച്ച് നിലവാരം കൂടിയ ചോദ്യങ്ങളുമാണ് ഉണ്ടാവുക. മറ്റൊന്ന് പറയാനുള്ളത്, ബേസിക് സയൻസ് ആയാലും സോഷ്യൽ സയൻസ് ആയാലും ആദ്യമേ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചു വച്ചാൽ പാഠത്തെ അടിസ്ഥാനപ്പെടുത്തി വരുന്നത് കൊണ്ട് തന്നെ പാഠഭാഗങ്ങളെ നന്നായി ഹൃദിസ്ഥമാക്കിയാൽ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം വളരെ ഈസിയായി നമുക്ക് എഴുതാം. അതേസമയം മാത്സിനെ സംബന്ധിച്ചിടത്തോളം, ഗണിതത്തെ സംബന്ധിച്ചിടത്തോളം പരീക്ഷാ ഹാളിൽ നമ്മൾ ഇരുന്ന് ചിന്തിച്ച് കണക്കിന് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ഇത്തരം ചോദ്യങ്ങൾ നേരത്തെ കൂടുതൽ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്താലാണ് നമുക്ക് ഈ ഉത്തരങ്ങളെ പെട്ടെന്ന് കിട്ടുന്ന രീതിയിലേക്ക് എത്തും. NMMS പരീക്ഷയ്ക്ക് നെഗറ്റീവ് മാർക്കില്ല. അതൊരു സന്തോഷകരമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യുക. തെറ്റിയ ചോദ്യങ്ങൾക്ക് ആ മാർക്ക് മാത്രമേ പോവുകയുള്ളൂ. എന്തായാലും NMMS പരീക്ഷയെ പറ്റിയുള്ള കുറേ കാര്യങ്ങൾ മനസ്സിലായല്ലോ. തയ്യാറെടുപ്പുകൾ വേഗം തന്നെ തുടങ്ങിക്കോളൂ. എല്ലാവർക്കും ആശംസകൾ നേരുന്നു.